ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേയ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ല ടേസ്റ്റി ആയ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല നെല്ലിക്കയും മാങ്ങയും വെച്ചുള്ള ഒരു അടിപൊളി അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിത് ഒരു 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു 2 മാങ്ങ, ഒരു മീഡിയം സൈസിലുള്ളത്, അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അച്ചാർ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. 1 ടേബിൾ സ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവയാണ്. ഉലുവ പൊടിച്ചത് ഞാൻ ഇടുന്നില്ല, അതുകൊണ്ടാണ് കുരു ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണേ. ഫ്ലെയിം ഒരുപാടങ്ങ് കൂട്ടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 ഞാൻ ഒരുമിച്ചൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറ്റുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായി എന്താ ചേർക്കുന്നത് വെച്ചാൽ ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എന്താ വെച്ചാൽ ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നന്നായി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഏകദേശം നന്നായി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേ ആ പച്ചക്കുത്തലൊക്കെ ഏകദേശം മാറിയെന്ന് തോന്നിയപ്പോഴത്തേക്കും നമുക്കൊന്ന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഈ സമയം ചേർക്കുന്നില്ല, നമ്മൾ ആദ്യം കടുകൊക്കെ പൊട്ടിച്ചില്ലേ, ആ വെളുത്തുള്ളിയൊക്കെ വന്നപ്പോൾ ആ സമയം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ആ സമയം ഇടാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇതുപോലെ ലാസ്റ്റ് ഇട്ടത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനാവശ്യമായ അത്രയും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ആ ഒരു ചെറിയ ചൂടിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ. അടുത്തതായി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു 1/4 ഗ്ലാസ്സോളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതേസമയം തന്നെ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതൊക്കെ നന്നായി ഒന്ന് മിക്സായി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന അച്ചാറിൻ്റെ കഷ്ണങ്ങളില്ലേ, നെല്ലിക്കയും മാങ്ങയും മുറിച്ച് വെച്ചത്, അത് നമുക്ക് ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫിൽ തന്നെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ആ കഷ്ണങ്ങളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരിത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങയെന്നും നെല്ലിക്കയെന്നൊക്കെ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാടങ്ങ് ഒഴിച്ചിട്ട്, ഒരുപാട് ചാറ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ ചെറിയ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലാക്കി ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.